ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും അറ്റൻഡൻസ് ഒന്ന് ലൈവ് ചാറ്റിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇനി ആരും അറ്റൻഡൻസ് എൻ്റർ ചെയ്യണ്ട, മതി കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയതായിട്ട് സോയിൽ സാമ്പിൾസ് എന്തൊക്കെയാണെന്നാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ? സോയിൽ സാമ്പിൾസ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ സോയിൽ സാമ്പിൾസ് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? സോയിൽ സാമ്പിൾസ് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്റ്റർബ്ഡ് സാമ്പിൾസും അതുപോലെ തന്നെ അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസും. സിമ്പിളാണ് അല്ലേ? ഡിസ്റ്റർബ്ഡ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിസ്റ്റർബ്ഡ് സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോയിലിന്റെ നാച്ചുറൽ സ്ട്രക്ചർ ഡിസ്ട്രോയ് ആയിട്ടുണ്ടാവും അല്ലെ, നശിച്ചിട്ടുണ്ടാവും. നാച്ചുറലി ഒരു സോയിലിന് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർഷ്യലി ഡിസ്ട്രോയ് ആയിട്ടുള്ള അത്തരം സാമ്പിൾസിനെയാണ് ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ അത്തരം സാമ്പിൾസിനെ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് പൊടിഞ്ഞ് കിട്ടുന്ന സാമ്പിൾ, ഇപ്പൊ മണ്ണിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യണം, സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല രീതിയിൽ നമുക്ക് മണ്ണിനെ കുഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. ബോറിംഗ് മെത്തേഡ്സ് പലതും നമുക്ക് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പൊ അതിൽ നമ്മൾ പല രീതിയിൽ സാമ്പിൾസ് എടുക്കുമ്പോൾ സാമ്പിൾസ് കിട്ടുന്നത് പല രീതിയിലാണ്. അപ്പൊ ചിലത് ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരിക്കും കിട്ടുക, ചിലത് അൺഡിസ്റ്റർബ്ഡ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പൊ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ, അതായത് സാമ്പിൾ നമ്മൾ മണ്ണ് കുഴിച്ചെടുക്കുമ്പോൾ മണ്ണ് മൊത്തം പൊടിഞ്ഞ് അതിന്റെ സ്ട്രക്ചർ മൊത്തം മാറിയിട്ടാണ് നമ്മൾ സാമ്പിളിനെ കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഡിസ്റ്റർബ്ഡ് സാമ്പിൾ എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് കാണുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലെ. അതായത് ഗ്രെയിൻ സൈസ്, പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് യൂസ് ചെയ്യുന്നത്. അതേസമയം ഇനി അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ ആണെങ്കിലോ, ആ നാച്ചുറൽ സ്ട്രക്ചറിന് ഒന്നും സംഭവിക്കാതെ കിട്ടുന്ന സാമ്പിൾസ് ആണ് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തില് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇമ്പോസിബിൾ ആണ്. അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ കിട്ടുക എന്ന് പറയുന്നത്, ട്രൂ ആയിട്ട് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ കിട്ടുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസപ്പെട്ട കാര്യമാണ് അല്ലെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ സാമ്പിൾ എങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവുന്നത് അല്ലെങ്കിൽ അൺഡിസ്റ്റർബ്ഡ് ആവുന്നത് എന്നുള്ളത്, നമ്മൾ ഈ സാമ്പിൾ എടുക്കാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സിനെയാണ് നമ്മൾ സാമ്പിളേഴ്സ് എന്ന് പറയുന്നത്. ആ സാമ്പിളേഴ്സിന്റെ ഡിസൈൻ, അതുപോലെ തന്നെ ഏത് രീതിയിലാണ് നമ്മൾ സാമ്പിളിങ് ചെയ്യുന്നത്. സാമ്പിളിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനെ അവിടെ നിന്ന് എടുക്കുന്നത്. അപ്പൊ മെത്തേഡ് ഓഫ് സാമ്പിളിങ് അതുപോലെ തന്നെ ഡിസൈൻ ഓഫ് സാമ്പിളേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതിൽ എത്രത്തോളം എന്തുണ്ട്, ഡിസ്റ്റർബൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് കാണാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? കംപ്രസിബിലിറ്റി, ഷിയർ സ്ട്രെങ്ത്, അതുപോലെയുള്ള പെർമിയബിലിറ്റി, അതുപോലെയുള്ള പ്രോപ്പർട്ടീസ് കാണുന്നതിനാണ് നമ്മൾ അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടുമാണ് ടൈപ്സ് ഓഫ് സാമ്പിൾസ് നമുക്ക് പഠിക്കാനുള്ളത്.
ഇനി നമ്മൾ സാമ്പിൾ ഡിസ്റ്റർബൻസ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സാമ്പിൾ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് സാമ്പിളേഴ്സ് എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ സാമ്പിളിംഗ് നടത്തുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു പറഞ്ഞിരുന്നു അല്ലേ. അപ്പം സാമ്പിളേഴ്സിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കട്ടിംഗ് എഡ്ജ്, ഇൻസൈഡ് വാൾ ഫ്രിക്ഷൻ, നോൺ റിട്ടേൺ വാൽവ്, ഇതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് അതിനെ എഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ഇതാണ് ഒരു സാമ്പിളറിന്റെ ഏറ്റവും ലോവർ പോർഷൻ ആണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അതിന്റെ കട്ടിംഗ് എഡ്ജ് ആണ്, ഇത് അതിന്റെ സാമ്പിളിംഗ് ട്യൂബ്. അപ്പൊ സാമ്പിളിംഗ് ട്യൂബിന്റെ ഇൻസൈഡ് ഡയമീറ്റർ ആണ് D3 എന്ന് പറയുന്നത്. അതുപോലെ സാമ്പിളിംഗ് ട്യൂബിന്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ് D4. ഇനി കട്ടിംഗ് എഡ്ജ് എടുക്കുകയാണെങ്കിൽ കട്ടിംഗ് എഡ്ജിന്റെ ഇൻസൈഡ് ഡയമീറ്റർ ആണ് D1 എന്ന് പറയുന്നത്. അതുപോലെ ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ് D2. ഇനി ഇതിന്റെ ഡിസൈൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഏരിയ റേഷ്യോ. ഒരു സാമ്പിളറിന്റെ ഏരിയ റേഷ്യോ AR എന്ന് പറയുന്നത് മാക്സിമം ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കട്ടിംഗ് എഡ്ജ് divided by area of sample into 100. ഒരു മിനിറ്റ്. ഏരിയ റേഷ്യോ എന്ന് പറയുന്നത് മാക്സിമം ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കട്ടിംഗ് എഡ്ജ് ബൈ ഏരിയ ഓഫ് സോയിൽ സാമ്പിൾ ഇൻറ്റു 100. അതായത് D2 സ്ക്വയർ മൈനസ് D1 സ്ക്വയർ ബൈ D1 സ്ക്വയർ ഇൻറ്റു 100. ഇതാണ് ഏരിയ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ. ഡെറിവേഷൻ നമുക്ക് വേണ്ട. ഇനി നല്ല രീതിയിലുള്ള ഗുഡ് ക്വാളിറ്റി അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏരിയ റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10% ആയിരിക്കണം. ഫോർ ഗുഡ് ക്വാളിറ്റി അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് ദ ഏരിയ റേഷ്യോ ഷുഡ് ബി 10% ഓർ ലെസ് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഇൻസൈഡ് ക്ലിയറൻസ് CI എന്ന് പറയുന്നത് D3 മൈനസ് D1 ബൈ D1 ഇൻറ്റു 100. D3 മൈനസ് D1 ബൈ D1 ഇൻറ്റു 100. ഇനി D3 D1 ഒക്കെ എന്താണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല, ഫിഗറിൽ കാണുന്നതാണ് കേട്ടോ. അതിൽ ഇൻസൈഡ് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഇറ്റ് അലൗസ് ഇലാസ്റ്റിക് എക്സ്പാൻഷൻ ഓഫ് സാമ്പിൾ വെൻ ഇറ്റ് ഇൻറ്റേഴ്സ് ദി ട്യൂബ്. സാമ്പിള് ഈ ട്യൂബിനകത്തേക്ക് സാമ്പിളിംഗ് ട്യൂബിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഇലാസ്റ്റിക് എക്സ്പാൻഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത്? ഇൻസൈഡ് ക്ലിയറൻസ്. ഇൻസൈഡ് ക്ലിയറൻസ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ഇലാസ്റ്റിക് എക്സ്പാൻഷൻ വെൻ ഇറ്റ് എൻറ്റേഴ്സ് ദ സാമ്പിളിംഗ് ട്യൂബ്. സാമ്പിളിംഗ് ട്യൂബിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് ക്ലിയറൻസ് എന്നുള്ള ടേം ആണ് അതിന് ഇലാസ്റ്റിക് എക്സ്പാൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദി ഫ്രിക്ഷണൽ ഡ്രാഗ് ഓൺ ദി സാമ്പിൾ. അപ്പൊ ഇൻസൈഡ് ക്ലിയറൻസ് കറക്റ്റ് ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഫ്രിക്ഷണൽ ഡ്രാഗ് കുറവായിരിക്കും. ഇനി ഒരു ഗുഡ് ക്വാളിറ്റി അൺഡിസ്റ്റർബ്ഡ് സാമ്പിളിന്റെ കേസിൽ CI ഷുഡ് ബി ബിറ്റ്വീൻ 0.5 ആൻഡ് 3%. CIയുടെ വാല്യൂ 0.5നും 3%നും ഇടയ്ക്കായിരിക്കണം. ഓക്കെ. ഇൻസൈഡ് ക്ലിയറൻസ് 0.5നും അതുപോലെ തന്നെ 3%നും ഇടയ്ക്കായിരിക്കണം. ഇനി നെക്സ്റ്റ് വൺ ആണ് ഔട്ട്സൈഡ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് ക്ലിയറൻസ് CO എന്ന് പറയുന്നത് D2 മൈനസ് D4 ഡിവൈഡഡ് ബൈ D4 ഇൻറ്റു 100. D2 മൈനസ് D4 ഡിവൈഡഡ് ബൈ D4 ഇൻറ്റു 100 എന്ന് പറയുന്നതാണ് ഔട്ട്സൈഡ് ക്ലിയറൻസ്. ഔട്ട്സൈഡ് ക്ലിയറൻസ് എപ്പോഴും 0ക്കും 2%നും ഇടയ്ക്കായിരിക്കണം. ഓക്കെ. ഔട്ട്സൈഡ് ക്ലിയറൻസ് എന്ന് പറയുന്നത് 0ക്കും 2%നും ഇടയ്ക്കായിരിക്കണം. അതായത് സിഒന്റെ വാല്യൂ, അതായത് ഔട്ട്സൈഡ് ക്ലിയറൻസിന്റെ വാല്യൂ ഷുഡ് ബി സ്മോൾ ആസ് പോസിബിൾ, എപ്പോഴും ചെറുതായിരിക്കണം. എന്തിനാണ്? ഡ്രൈവിംഗ് ഫോഴ്സ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഔട്ട്സൈഡ് ക്ലിയറൻസിന്റെ വാല്യൂ എല്ലായ്പ്പോഴും ചെറുതായിരിക്കണം. ബിറ്റ്വീൻ 0 ആൻഡ് 2% എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇൻസൈഡ് വാൾ ഫ്രിക്ഷൻ. ഇൻസൈഡ് വാൾ ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിനായിട്ട് നമ്മൾ ഓയിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതൊന്നും ഡീറ്റെയിൽ പറയുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് വൺ ഡിസൈൻ ഓഫ് നോൺ റിട്ടേൺ വാൽവ്. നോൺ റിട്ടേൺ വാൽവ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യണം. അതുപോലെ തന്നെ സാമ്പിളർ വിഡ്രോൺ ചെയ്യുന്ന സമയത്ത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റണം. മെത്തേഡ് ഓഫ് അപ്ലൈയിങ് ഫോഴ്സ്, നമ്മൾ ഏത് രീതിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ റേറ്റ് ഓഫ് പെനട്രേഷൻ എങ്ങനെയാണെന്നുള്ളതെല്ലാം ആ സോയിൽ സാമ്പിൾ എത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആവുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. അപ്പോൾ ഫോർ ഒബ്റ്റൈനിങ് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് ദ സാമ്പിളർ ഷുഡ് ബി പുഷ്ഡ് ആൻഡ് നോട്ട് ഡ്രിവൺ. പുഷ് ചെയ്യണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയതെന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, ഇപ്പൊ നമ്മൾ
സോയിൽ സാമ്പിൾ ആണ് നോക്കിയത്, ടൈപ്സ് ഓഫ് സോയിൽ സാമ്പിൾ. ഇനി ഈ സോയിൽ സാമ്പിൾ എടുക്കുന്നതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ്, അതിനെയാണ് നമ്മൾ സാമ്പിളേഴ്സ്, SAMPLERS, സാമ്പിളേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഏരിയ റേഷ്യോന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് തിക്ക് വാൾ സാമ്പിളർ എന്നും തിൻ വാൾ സാമ്പിളർ എന്നും പറയുന്നുണ്ട്. തിക്ക് വാൾ സാമ്പിളർ അതുപോലെ തിൻ വാൾ സാമ്പിളർ എന്ന് പറയും. അതായത് തിക്ക് വാൾ സാമ്പിളർ എന്ന് പറയുന്നത് നമുക്ക് ഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾസ് കിട്ടാനാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സോയിൽ സാമ്പിൾസ് കിട്ടാൻ തിക്ക് വാൾ സാമ്പിളേഴ്സ് യൂസ് ചെയ്യും. അതായത് അതിന്റെ ഏരിയ റേഷ്യോ ഗ്രേറ്റർ ദാൻ 10% ആയിരിക്കും. ഇനി തിൻ വാൾ സാമ്പിളേഴ്സ് ആണെങ്കിൽ അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് കിട്ടാനാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഏരിയ റേഷ്യോ ലെസ് ദാൻ 10% ആയിരിക്കും. ഓക്കെ, ഒരു ചെറിയൊരു ധാരണ തന്നേ ഉള്ളൂ. നമുക്കിനി ടൈപ്സ് ഓഫ് സാമ്പിളേഴ്സിലേക്ക് പോവാം. നമുക്കൊരു എത്രയാ, ഒരു 5-6 ടൈപ്പ് 5 ടൈപ്പോളം സാമ്പിളേഴ്സ് ഉണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ ടൈപ്സ് ഓഫ് സാമ്പിളേഴ്സ് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ ആണ് സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ. സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ. അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളറിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ കാണിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് ഇതാണ് നമ്മുടെ കട്ടിംഗ് എഡ്ജ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഷൂ എന്ന് പറയുന്ന ഭാഗം. ഇതാണ് അതിന്റെ സ്പ്ലിറ്റ് സ്റ്റീൽ ട്യൂബ് എന്ന് പറയുന്ന ഭാഗം ഇതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡയമെൻഷനും കാര്യങ്ങളെല്ലാം ഈ ഫിഗറിനകത്തുണ്ട്. അപ്പം ഈ സാമ്പിളർ നമ്മൾ സാധാരണ ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ജനറലി യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് 3 പാർട്സ് ആണുള്ളത്. ഒന്ന് ഡ്രൈവിംഗ് ഷൂ. ഈ ഡ്രൈവിംഗ് ഷൂ എന്ന് പറയുന്നത് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ടൂൾ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിന് 75 mm ലെങ്ത് ഉണ്ടായിരിക്കും. ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. ഡ്രൈവിംഗ് ഷൂ എന്ന് പറയുന്നത് ടൂൾ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിന് 75 mm ആണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ്, അതിനകത്തൊരു സ്റ്റീൽ ട്യൂബ് ഉണ്ടായിരിക്കും. ഈ സ്റ്റീൽ ട്യൂബ് എന്ന് പറയുന്നത് 450 mm ലെങ്ത് ഉണ്ട്. 450 mm ആണ് ഈ സ്റ്റീൽ ട്യൂബിന്റെ ലെങ്ത്. ഓക്കെ, അത് ലോഞ്ചിറ്റ്യൂഡിനലി 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് അതിന്റെ പേര് സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ. ലോഞ്ചിറ്റ്യൂഡിനലി ഇൻടു 2 ഹാഫ്സ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് സ്റ്റീൽ ട്യൂബ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 450 mm. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കപ്ലിംഗ്. കപ്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി ട്യൂബ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 150 mm. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് 3 ഭാഗമുണ്ട്. ഡ്രൈവിംഗ് ഷൂ ഓഫ് 75 mm ലെങ്ത്, സ്പ്ലിറ്റ് സ്റ്റീൽ ട്യൂബ് ഓഫ് 450 mm ലെങ്ത് ആൻഡ് കപ്ലിംഗ് ഓഫ് 150 mm ലെങ്ത്. കപ്ലിംഗ് എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ട്യൂബിന്റെ മുകളിലാണ് നമ്മൾ കപ്ലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്പ്ലിറ്റ് ട്യൂബിന്റെ ഇൻസൈഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് 38 mm അതുപോലെ ഔട്ട്സൈഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് 50 mm ആണ്. ഈ ഫിഗറിലുള്ള കാര്യങ്ങളാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ സാധിക്കും. ഈ സ്പ്ലിറ്റ് ട്യൂബിന്റെ സ്റ്റീൽ ട്യൂബിന്റെ ഇൻസൈഡ് ഡയമീറ്റർ ആണ് 38 mm, അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ് 50 mm എന്ന് പറയുന്നത്. ഇനി കപ്ലിംഗ് ഹെഡിലേക്ക് നോക്കൂ. കപ്ലിംഗ് ഹെഡിനകത്ത് നമ്മളൊരു ചെക്ക് വാൽവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെ? ബോൾ ചെക്ക് വാൽവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 വെന്റ് പോർട്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വെന്റ് പോർട്സിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 mm ആണ്. ഫിഗറിൽ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്കൊരു ഇവിടെ ഒരു ബോൾ ചെക്ക് വാൽവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെന്റ് പോർട്സ്, ഈ വെന്റ് പോർട്സ് 4 എണ്ണമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ടു ഇംപ്രൂവ് ദ സാമ്പിൾ റിക്കവറി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാമ്പിളർ ആണ് നമ്മൾ പഠിക്കും സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജനറലായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ്ഡ് സാമ്പിൾ കിട്ടുന്നതിനാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്തൊരു ഡ്രൈവിംഗ് ഷൂ ഉണ്ട്,
സ്റ്റീൽ ട്യൂബ് ഉണ്ട്, ഒരു കപ്ലിംഗ് ഉണ്ട്. ഓക്കെ, ഇനി സ്റ്റീലിന്റെ ഡയമീറ്റർ, ഇൻസൈഡ് ഡയമീറ്റർ 38ഉം ഔട്ട്സൈഡ് 50 mm ആണ്. കപ്ലിംഗ് ഹെഡിനകത്ത് ഒരു ബോൾ ചെക്ക് വാൽവ് ഉണ്ടായിരിക്കും, അതുപോലെ 4 ബെൻഡ് പോർട്ടും ഉണ്ടായിരിക്കും. ടു ഇംപ്രൂവ് ദ സാമ്പിൾ റിക്കവറി. ദിസ് സാമ്പിളർ ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ കണ്ടക്ടിങ് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു ഫിഗറിന്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് മാർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ക്രോസ് സെക്ഷൻ ഫിഗേഴ്സ് വരയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇത് ഒരു സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളറിന്റെ ഒരു ഫിഗർ ആണ്. ഓക്കെ, അപ്പൊ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളറിന്റെ ഒരു ഏകദേശ ധാരണ, അത് എങ്ങനെയാണെന്നുള്ള ധാരണ കിട്ടിയില്ല. ഇനി എന്താ, ഇനിയെല്ലാം സിമ്പിൾ ആണ്. ഇനി എന്ത് ചെയ്യും, നമ്മൾ ബോർ ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ അതിനകത്ത് നിന്ന് സാമ്പിളർ കളക്ട് ചെയ്യണം അല്ലെ. അപ്പൊ അതിനെന്ത് ചെയ്യും, സാമ്പിൾ കളക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ സാമ്പിളർ ഡ്രില്ലിംഗ് റോഡിന്റെ താഴെയായിട്ട് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ഹോളിലേക്ക് താഴ്ത്തും. ഹോളിലേക്ക് താഴ്ത്തിയതിന് ശേഷം നമ്മൾ ഈ സാമ്പിളറിൽ ഫോഴ്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഡ്രോപ്പ് ഹാമർ വെച്ച് റിപ്പീറ്റഡ് ആയിട്ട് ബ്ലോസ്, നല്ല ഹാമർ കൊണ്ട് ബ്ലോസ് കൊടുത്തതിന് ശേഷം ഈ സാമ്പിളർ നന്നായിട്ട് ലോവർ ചെയ്യും. അപ്പൊ ഇതിനകത്തേക്ക് സാമ്പിൾ കയറും അല്ലെ, മണ്ണ് ഈ സാമ്പിളറിനകത്തേക്ക് കയറും. എന്നിട്ട് നമ്മൾ ഈ സാമ്പിളർ പുറത്തേക്ക് എടുക്കും. എന്നിട്ട് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ആ സാമ്പിളറിൽ നിന്ന് സാമ്പിള് പുറത്തോട്ടെടുക്കും. സാമ്പിൾ പുറത്തോട്ടെടുത്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മളതിനെ ലബോറട്ടറിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. എന്നിട്ട് ലാബിൽ കൊണ്ടുപോയി നമുക്ക് എന്തൊക്കെയാണോ അതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളതെന്ന് വെച്ചാൽ കണ്ടുപിടിക്കും. അങ്ങനെയാണ് ഈ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ജസ്റ്റ് ക്രോസ് സെക്ഷണൽ ഫിഗർ വരയ്ക്കാനും അറിയണം. അതിന്റെ ആ ഫിഗർ വരയ്ക്കാൻ അറിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യത്തെ സ്ലൈഡിലെ കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ എന്താ ചെയ്യുന്നത്, ഇത് ഡ്രില്ലിംഗ് റോഡിന്റെ താഴ്ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്തിട്ട് ഹോളിലേക്ക് താഴ്ത്തും അല്ലെ. നമ്മൾ ഹാമർ യൂസ് ചെയ്തിട്ട് ഹാമർ ബ്ലോസ് കൊടുത്തിട്ട് ഇത് താഴേക്ക് ഇമേഴ്സ് ചെയ്യും. താഴേക്ക് ഇമേഴ്സ് ചെയ്തതിന് ശേഷം സാമ്പിൾ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അത് പുറത്തോട്ട് എടുക്കും. സാമ്പിളറിൽ നിന്ന് സാമ്പിള് പുറത്തോട്ട് എടുത്തിട്ട് നമ്മളൊരു കണ്ടെയ്നറിലാക്കി സീൽ ചെയ്ത് എങ്ങോട്ട് കൊണ്ടുപോകും, ലാബിലേക്ക് കൊണ്ടുപോകും. ആ രീതിയിലാണ് നമ്മൾ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ സാമ്പിളർ പഠിച്ചു കഴിഞ്ഞു, സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ. നെക്സ്റ്റ് സാമ്പിളർ എന്ന് പറയുന്നത് സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിളർ. അതാണ് നെക്സ്റ്റ് വൺ, സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിളർ. ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണുന്നുണ്ടായിരിക്കും. ഇതിനകത്തൊരു ഓപ്പൺ സ്ലിറ്റ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സാൻഡി ഡെപ്പോസിറ്റ്സ്, അത്തരം സോയിൽ ആണെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിളർ ആണ് യൂസ് ചെയ്യുന്നത്. സാൻഡി ഡെപ്പോസിറ്റ് കണ്ടെയ്ൻസ് പെബിൾസ്. ആ ഒരു സമയത്ത് നമ്മൾ സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിളർ യൂസ് ചെയ്യും. ഓക്കെ, സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ആണ് സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിളർ. ഇത് നമ്മുടെ സാൻഡി ഡെപ്പോസിറ്റ്സ് കണ്ടെയ്ൻസ് പെബിൾസ് ഒരുപാടുള്ള സാൻഡി ഡെപ്പോസിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെയാണ് സ്ക്രാപ്പർ ബക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതിനകത്തൊരു ഡ്രൈവിംഗ് പോയിന്റ് ഉണ്ട്. ലോവർ പോർഷനിൽ അല്ലെങ്കിൽ ബോട്ടം പോർഷനിൽ ഒരു ഡ്രൈവിംഗ് പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് എ വെർട്ടിക്കൽ സ്ലിറ്റ് ഇൻ ദി അപ്പർ പോർഷൻ ഓഫ് ദി സാമ്പിളർ. അപ്പർ പോർഷനിൽ ഒരു സ്ലിറ്റ് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് വെർട്ടിക്കൽ സ്ലിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒരു വെർട്ടിക്കൽ സ്ലിറ്റും ഉണ്ടായിരിക്കും. നമ്മൾ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സാമ്പിളറിനെ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് താഴോട്ട് പോവുകയും ചെയ്യും. ഒപ്പം ഇതിനകത്തേക്ക് സാമ്പിൾ സോയിൽ എൻ്റർ ചെയ്യുകയും ചെയ്യും. ഈ സ്ലിറ്റിലൂടെ സോയില് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യും. അതിനുശേഷം നമ്മളിത് പൊക്കിയെടുത്തിട്ട് അതിൽ നിന്ന് സാമ്പിളിനെ വേർതിരിച്ചെടുത്ത് നമ്മൾ ലാബിലേക്ക് കൊണ്ടുപോയി എക്സ്പെരിമെന്റ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലാണ് സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിളേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതിനകത്തൊരു ഡ്രൈവിംഗ് പോയിന്റ് ഉണ്ട്, അതുപോലെ ഒരു വെർട്ടിക്കൽ സ്ലിറ്റ് ഉണ്ട്. നമ്മളിത് റൊട്ടേറ്റ് ചെയ്തിട്ട് മണ്ണിലേക്ക് താഴ്ത്തും. ഈ സ്ലിറ്റിലൂടെ മണ്ണ് ഇതിനകത്തേക്ക് കയറും. അങ്ങനെയാണ്
എന്നിട്ട് ഈ സാമ്പിളർ പുറത്തോട്ട് എടുത്തിട്ട് സാമ്പിളറിൽ നിന്ന് സാമ്പിളിനെ പുറത്തോട്ട് എടുക്കും. ഓക്കെ, അത് എന്തൊക്കെ ടെസ്റ്റാണോ നമുക്ക് അതിൽ ചെയ്യാനുള്ളത് അത് നമ്മൾ ചെയ്യും. The sampler can also be used for obtain the samples of cohesionless soils below the water table. വാട്ടർ ടേബിളിന് താഴെയുള്ള കൊഹീഷൻലെസ് സോയിൽസ് എടുക്കാനും നമ്മൾ ഈ സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ കഴിഞ്ഞു, സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിളറും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ ആണ് ഷെൽബി ട്യൂബ്സ് ആൻഡ് തിൻ വോൾഡ് സാമ്പിളർ. ഷെൽബി ട്യൂബ്സ് ആൻഡ് തിൻ വോൾഡ് സാമ്പിളർ. ആദ്യം നമുക്ക് ഷെൽബി ട്യൂബ്സും എന്താണെന്ന് നോക്കാം. ഷെൽബി ട്യൂബ്സ് എന്ന് പറയുന്നത് ഈ ഫിഗറിലെ സെക്കൻഡ് വൺ എ ബി എന്ന് സെക്കൻഡ് ഫിഗറിനാണ് പേര് എ എന്ന് കൊടുത്തിട്ടുള്ളത്. അതാണ് ഷെൽബി ട്യൂബ്സ് എന്ന് പറയുന്നത്. ഷെൽബി ട്യൂബ്സ്. അപ്പൊ ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഷെൽബി ട്യൂബ്സ് എന്ന് പറയുന്നത് സീംലെസ് സ്റ്റീൽ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. മെയ്ഡ് ഓഫ് സീംലെസ് സ്റ്റീൽ. അതിന്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് 40 to 125 mm ആണ്. ഔട്ട്സൈഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് 40 to 125 mm ആണ്. ഈ കോമൺലി യൂസ്ഡ് സാമ്പിളേഴ്സിൽ ഔട്ട്സൈഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് 50.8 mm അല്ലെങ്കിൽ 76.2 mm ആണ് കോമൺലി യൂസ് ചെയ്യുന്ന സാമ്പിളേഴ്സിന്. ഇതിന്റെ ബോട്ടം എഡ്ജ്, ബോട്ടം എന്ന് പറയുന്നത് ഈ കട്ടിങ് എഡ്ജില്ലേ, നമ്മൾ എല്ലാ സാമ്പിളേഴ്സിനും കട്ടിങ് എഡ്ജ് താഴെ ഉണ്ടായിരിക്കും അല്ലെ, അത് എന്ന് പറയുന്നത് ഷാർപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ ഒന്ന് ബിവൾഡ്, ഒന്ന് ചെരിച്ചിട്ടുള്ളതായിരിക്കും. ഓക്കെ, ഷാർപ്പൻഡ് ആൻഡ് ബിവൾഡ് കട്ടിങ് എഡ്ജ് ആണ് ഷെൽബി ട്യൂബ്സിന് ഉള്ളത്. ഇതിന്റെ ഏരിയ റേഷ്യോ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ 15%. ഇതിന്റെ ഏരിയ റേഷ്യോ എന്ന് പറയുന്നത് 15%ലും കുറവായിരിക്കും. അതുപോലെ തന്നെ ഇൻസൈഡ് ക്ലിയറൻസ് 0.5നും 3%നും ഇടയ്ക്കാണ്. ഇൻസൈഡ് ക്ലിയറൻസ് എന്ന് പറയുന്നത് 0.5നും 3%നും. ഈ ഏരിയ റേഷ്യോ ഇൻസൈഡ് ക്ലിയറൻസ് നമ്മൾ നേരത്തെ നോക്കി അല്ലെ. സാമ്പിൾ ടൈപ്സ് ഓഫ് സാമ്പിൾസ് പഠിക്കുമ്പോൾ അതിന്റെ ഡിസൈൻ ഫീച്ചേഴ്സ്, സാമ്പിളറിന്റെ ഡിസൈൻ ഫീച്ചേഴ്സ് ആണ് സോയിലിന്റെ ഡിസ്റ്റർബൻസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഏരിയ റേഷ്യോ എന്താണ്, ഇൻസൈഡ് ക്ലിയറൻസ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷെൽബി ട്യൂബ്സിന്റെ കേസിൽ ഏരിയ റേഷ്യോ എന്ന് പറയുന്നത് ലെസ് ദാൻ 15%ഉം അതുപോലെ ഇൻസൈഡ് ക്ലിയറൻസ് എന്ന് പറയുന്നത് 0.5 to 3%ഉം ആയിരിക്കും. അപ്പൊ ഷെൽബി ട്യൂബ്സ് എന്ന് പറയുന്നത് ഈ ചെറിയൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അതിന്റെ ക്രോസ് സെക്ഷണൽ ഫീച്ചേഴ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വൺ ആണ് തിൻ വോൾഡ് സാമ്പിളർ. ഈ രണ്ടാമത്തെ ഫിഗർ ബി, ഫസ്റ്റ് ഫിഗർ ആണ് തിൻ വോൾഡ് സാമ്പിളേഴ്സിനെ കാണിച്ചു തരുന്നത്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് തിൻ വോൾഡ് സാമ്പിളേഴ്സ് ആണ് ലെങ്ത് വളരെ കൂടുതലാണ്. സാൻഡി സോയിൽസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തിൻ വോൾഡ് സാമ്പിളേഴ്സിന്റെ ലെങ്ത് 5 to 10 times ദ ഡൈ ആയിരിക്കും. ഡയമീറ്ററിന്റെ 5 to 10 times ആയിരിക്കും തിൻ വോൾഡ് സാമ്പിളേഴ്സിന്റെ ലെങ്ത് ഇൻ കേസ് ഓഫ് സാൻഡി സോയിൽ. ഇനി ക്ലേയി സോയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തിൻ വോൾഡ് സാമ്പിളേഴ്സിന് 10 to 15 times ദ ഡയമീറ്റർ ആയിരിക്കും അതിന്റെ ലെങ്ത് ഉണ്ടായിരിക്കുക. അപ്പൊ ക്ലേയി സോയിലാണ് ലെങ്ത് കൂടുതൽ ഓർത്ത് വെക്കുക. സാൻഡി സോയിലാണെങ്കിൽ 5 to 10 ടൈംസും 10 times ഓഫ് ദി ഡയമീറ്റർ. അതുപോലെ തന്നെ ക്ലേയി സോയിൽ ആണെന്നുണ്ടെങ്കിൽ 10 to 15 times ദി ഡയമീറ്റർ. ഓക്കെ, ഇനി ഡയമീറ്റർ സാധാരണ യൂസ് ചെയ്യുന്ന തിൻ വോൾഡ് സാമ്പിളേഴ്സിന്റെ ഡയമീറ്റർ സാധാരണ വേരി ചെയ്യുന്നത് 40 to 125 mm ആണ്. ഡയമീറ്റർ ജനറലി വാരീസ് ബിറ്റ്വീൻ 40 to 125 mm. അതുപോലെ തിക്നെസ് എന്ന് പറയുന്നത് 1.25 to 3.15 വരെ വേരി ചെയ്യുന്നുണ്ട്. 1.25 to 3.15 ആണ്. ഇത് കറക്റ്റ് ചെയ്യണം, 3.15 ആണ്. 3.15 mm വരെ വാരി ചെയ്യുന്നുണ്ട്. 3.15 mm വരെ വാരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഷെൽബി ട്യൂബ്സും അതുപോലെ തന്നെ തിൻ വോൾഡ് സാമ്പിളേഴ്സും. ഷെൽബി ട്യൂബ്സ് എന്ന് പറയുന്നത് ഇതാണ് ഫിഗർ, തിൻ വോൾഡ് സാമ്പിളേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് ഫിഗർ. ഓക്കെ, ഇനി ഷെൽബി ട്യൂബ്സ് എങ്ങനെയാണ് നമ്മളത് കൊണ്ടുവയ്ക്കുന്നത് വെച്ചാൽ ഡ്രില്ലിംഗ് റോഡിൽ നമ്മൾ സാമ്പിളറിനെ അറ്റാച്ച് ചെയ്യും അല്ലെ, എന്നിട്ട് ബോർഹോളിലേക്ക് താഴ്ത്തും. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ അത്
ഒന്ന് പുഷിങ് എഫക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ദെൻ പുഷ്ഡ് ഇൻ ടു ദി സോയിലിലേക്ക് പുഷ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? ട്യൂബ് ഷുഡ് ബി പുഷ്ഡ് ടു ദ ലെങ്ത് പ്രൊവൈഡ് ഫോർ ദ സാമ്പിൾ. അത് അത്രയും എത്ര ലെങ്ത് ആണോ സാമ്പിളറിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത്രയും ലെങ്ത്തിൽ അത് മണ്ണിനകത്തേക്ക് പുഷ് ചെയ്ത് പോകും. സാധാരണ അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ്, ക്ലേയുടെ അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് കിട്ടാനാണ് ഷെൽബി ട്യൂബ്സ്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റേറ്റിലൊന്നും ഒരു മാറ്റം വരാതെയുള്ള സാമ്പിൾസ് അല്ലെ, നാച്ചുറൽ പ്രോപ്പർട്ടീസിൽ ഒന്നും ഒരു മാറ്റം വരാത്ത അല്ലെങ്കിൽ നാച്ചുറൽ സ്ട്രക്ചറിൽ മാറ്റം വരാത്ത സോയിൽ സാമ്പിൾസ്, അതാണ് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ്. അങ്ങനെ ക്ലേയുടെ അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷെൽബി ട്യൂബ്സ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഷെൽബി ട്യൂബ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ എത്ര എണ്ണം പഠിച്ചു കഴിഞ്ഞു? സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ പഠിച്ചു, രണ്ടാമത് സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിളർ പഠിച്ചു, മൂന്നാമതായിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ഷെൽബി ട്യൂബ്സ് ആൻഡ് തിൻ വോൾഡ് സാമ്പിളേഴ്സ് പഠിച്ചു. ഇനി നാലാമതായിട്ടുള്ള സാമ്പിളർ ആണ് പിസ്റ്റൺ സാമ്പിളർ. പിസ്റ്റൺ സാമ്പിളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു തിൻ വോൾ ട്യൂബ് ഉണ്ടായിരിക്കും. ആ തിൻ വോൾ ട്യൂബിനകത്ത് ഒരു പിസ്റ്റൺ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഫിഗർ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയുന്നില്ല. ഞാൻ ടെക്സ്റ്റിലെ ഫിഗർ എടുക്കുന്നത് ഇപ്പൊ എനിക്ക് കിട്ടുന്നില്ല, അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊരു ക്ലിയർ ഇല്ലാത്ത ഫിഗർ ആണ്. അപ്പൊ ഇത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് പിസ്റ്റൺ. ഇത് കണ്ടോ, പിസ്റ്റൺ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ പിസ്റ്റൺ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ പിസ്റ്റൺ എന്ന് പറയുന്നത്. ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി വൃത്തികേടാവൂലേ? ഈ ഒരു ഭാഗത്തെയാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു തിൻ വോൾ ട്യൂബ് ഉണ്ട്. ആ തിൻ വോൾ ട്യൂബിനകത്ത് ഒരു പിസ്റ്റണും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്? പിസ്റ്റൺ സാമ്പിളർ എന്ന് പറയുന്നത് അല്ലെ. ഇനി the piston keeps the lower end of the sampling tube closed when the sampler is lowered to the bottom of the hole. ഈ പിസ്റ്റൺ നമ്മൾ ഈ സാമ്പിളറിനെ മണ്ണിലേക്ക് താഴ്ത്തുമ്പോൾ ഈ പിസ്റ്റൺ എന്ന് പറയുന്ന ഭാഗം താഴെ തന്നെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഹോളിന്റെ താഴ്ഭാഗത്ത് തന്നെയായിരിക്കും പിസ്റ്റൺ ഇരിക്കുന്നുണ്ടാവുക. ഇനി ആഫ്റ്റർ ദി സാമ്പിളർ ഹാസ് ബീൻ ലോവേർഡ് to the desired depth, the piston is prevented from moving downward by a suitable arrangement. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു എത്ര ഡെപ്ത് വരെയാണോ താഴ്ത്തേണ്ടത് ആ ഡെപ്ത് വരെ താഴ്ത്തിയതിനു ശേഷം പിന്നെ നമ്മുടെ കറക്റ്റ് ഡെപ്ത് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിസ്റ്റൺ പിന്നെ മൂവ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യാതിരിക്കാനുള്ള സ്യൂട്ടബിൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിസ്റ്റൺ സാമ്പിളറിൽ ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ആയിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ സ്യൂട്ടബിൾ അറേഞ്ച്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഒരു ഡിസൈർഡ് ഡെപ്ത്, വേണ്ട ഡെപ്ത് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിസ്റ്റൺ മൂവ് ചെയ്യില്ല. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തിൻ ട്യൂബ് സാമ്പിളർ ഈസ് പുഷ്ഡ് പാസ്റ്റ് ദ പിസ്റ്റൺ ടു ഒബ്റ്റെയിൻ ദി സാമ്പിൾ. പിസ്റ്റൺ അവിടെ തന്നെ നിൽക്കും. പിന്നെ നമ്മൾ അതിനകത്ത് ഒരു തിൻ വോൾഡ് ട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഒരു ട്യൂബ്, തിന്നായിട്ടുള്ള ഒരു ട്യൂബ്, അതിനകത്താണ് പിസ്റ്റൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിസ്റ്റൺ റിക്വയർഡ് ഡെപ്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റൺ അവിടെ തന്നെ നിൽക്കും. പിന്നെ മൂവ് ചെയ്യുന്നത് ആരാണ്? ഈ പിസ്റ്റൺ അവിടെ നിന്നിട്ട് നമ്മുടെ തിൻ ട്യൂബാണ് പിന്നീട് താഴോട്ട് പുഷ് ചെയ്ത് പോവുക. എന്തിനാണ്? എന്നിട്ട് ആ തിൻ ട്യൂബിനകത്തേക്കാണ് നമുക്ക് സാമ്പിൾ വന്ന് നിറയുന്നത്. ആ തിൻ ട്യൂബിനകത്താണ് പിന്നീട് സാമ്പിൾ വന്ന് നിറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിസ്റ്റൺ റിമെയിൻസ് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദി ടോപ്പ് ഓഫ് ദി സാമ്പിൾ. അപ്പോൾ സാമ്പിൾ ഈ ട്യൂബിനകത്ത് വന്ന് നിറയും. എന്നിട്ട് ഈ സാമ്പിളിന്റെ മുകളിലായിട്ടാണ് ആര് നിൽക്കുന്നത്? പിസ്റ്റൺ നിൽക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ റിക്വയർഡ് ഡെപ്ത് വരെ പിസ്റ്റൺ താഴ്ന്നു പോകും. അതിനുശേഷം ആ ഡെപ്ത് കഴിഞ്ഞാൽ പിന്നെ മൂവ് ചെയ്യുന്നത് തിൻ ട്യൂബാണ്. ആ തിൻ ട്യൂബിനകത്തേക്ക് സാമ്പിള് വന്ന് നിറയും. ഓക്കെ, അപ്പൊ പിസ്റ്റൺ സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പിസ്റ്റൺ സാമ്പിൾ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റൺ എവിടെ ഇരിക്കുന്നത്? തിൻ ട്യൂബിനകത്താണ്. റിക്വയർഡ് ഡെപ്ത് വരെ പിസ്റ്റൺ താഴ്ന്നു പോകും. പിന്നീട് ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് യൂസ് ചെയ്തിട്ട് പിസ്റ്റൺ പിന്നെ താഴേക്ക് മൂവ് ചെയ്യില്ല. പകരം ആരെ മൂവ് ചെയ്യുന്നത്? തിൻ ട്യൂബ്സ് ആണ് മൂവ് ചെയ്യുക. ആ തിൻ ട്യൂബ്സിനകത്താണ് എന്ത് വന്ന് നിറയുക? സാമ്പിൾ വന്ന് നിറയുന്നത്. അതായത് സോയിൽ സാമ്പിൾ വന്ന് നിറയുന്നത്. ഈ പിസ്റ്റൺ അവിടെ ഉള്ളത് കൊണ്ടാണ്
നമ്മുടെ സോഫ്റ്റ് സോയിൽസ് പെട്ടെന്ന് കയറി വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ സോയിൽ സാമ്പിളിന്റെ ഡിസ്റ്റർബൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് പിസ്റ്റൺ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നത് അറ്റ് ദ ടോപ്പ് ഓഫ് ദി സാമ്പിൾ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ആ സാമ്പിളിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വാക്വം സോയിലിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ സാമ്പിളർ വിത്ഡ്രോ ചെയ്യുന്ന സമയത്ത് സാമ്പിളറിനെ ആ ഹോളിനകത്ത് നിന്ന് പുറത്തോട്ട് എടുക്കണം അല്ലെ, ആ സമയത്ത് പിസ്റ്റൺ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എഗെയിൻസ്റ്റ് ദി വാട്ടർ പ്രഷറിന് എതിരെ ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ ലോവറിലേക്ക് താഴ്ത്തുമ്പോൾ വെള്ളമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിൽ നിന്നല്ല ഒരു പ്രൊട്ടക്ഷൻ പിസ്റ്റൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൺഡിസ്റ്റർബിൾ സോയിൽ സാമ്പിൾസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, സെൻസിറ്റീവ് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലെയിൽസിൽ നിന്ന് അൺഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾസ് കിട്ടാനാണ് പിസ്റ്റൺ സാമ്പിളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സാമ്പിളറിനൊന്നും പറ്റാൻ പാടില്ല, അത് കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിസ്റ്റൺസ് സാധാരണ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് പിസ്റ്റൺ സാമ്പിളർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്തൊരു തിൻ വോൾ ട്യൂബ് ഉണ്ടായിരിക്കും, അതിനകത്ത് പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ ആണ് നമ്മൾ ബോട്ടം ഓഫ് ദി ഹോളിലേക്ക് താഴ്ത്തുന്നത്. ഒരു ഡിസൈഡ് ഡെപ്ത് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിസ്റ്റൺ മൂവ് ചെയ്യില്ല, പകരം തിൻ ട്യൂബ് സാമ്പിളേഴ്സ് ആണ് മൂവ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് സോയിൽ സാമ്പിൾ വന്ന് നിറയുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ പിസ്റ്റൺ ഉള്ള കാരണം സോഫ്റ്റ് സോയിൽ പെട്ടെന്ന് കയറി വരുന്നതൊക്കെ അവോയ്ഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഡിസ്റ്റർബൻസ്, സോയിലിന്റെ ഡിസ്റ്റർബൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വാക്വം ക്രിയേറ്റ് ചെയ്യുന്ന കാരണം സോയിൽ സാമ്പിളിനെ നമുക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പുറത്തോട്ട് എടുക്കുന്നത് വരെ അതിനതുപോലെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ വാട്ടർ പ്രഷറിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരുന്നത് പിസ്റ്റൺ ആണ്. അപ്പൊ അൺഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, സോഫ്റ്റ് സോയിലിന്റെയും അല്ലെങ്കിൽ സെൻസിറ്റീവ് ക്ലേസിന്റെയും അൺഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിസ്റ്റൺ സാമ്പിളേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ പഠിച്ചു, പിന്നെ സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിളർ പഠിച്ചു, ഷെൽബി ട്യൂബ്സ് ആൻഡ് തിൻ വോൾഡ് സാമ്പിൾസ് പഠിച്ചു. ദെൻ ഇപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? പിസ്റ്റൺ സാമ്പിളറും പഠിച്ചു. ഇനി നമുക്ക് ഒരു സാമ്പിളർ കൂടിയുണ്ട്, ഡെനീസൺ സാമ്പിളർ. ലാസ്റ്റ് വൺ ആണ് ഡെനീസൺ സാമ്പിളർ ആണ് നമുക്ക് നോക്കാനുള്ളത്. ഡെനീസൺ സാമ്പിളർ എന്ന് പറയുന്നത് ഇതൊരു ഡബിൾ വോൾഡ് സാമ്പിളർ ആണ്. അതായത് രണ്ട് വോൾ ഇതിനുണ്ടായിരിക്കും, ഔട്ടർ ബാരൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇന്നർ ബാരൽ ഉണ്ട്. അപ്പൊ ഈ ഔട്ടർ ബാരൽ ആണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. ഔട്ടർ ബാരൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മണ്ണിലേക്ക് താഴ്ത്താനായിട്ട് സാധിക്കും. ഔട്ടർ ബാരൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് മണ്ണിലേക്ക് താഴ്ത്താനായിട്ട് സാധിക്കും. അപ്പൊ അതിങ്ങനെ താഴ്ത്തുമ്പോൾ അതിനകത്തുള്ള ഇന്നർ ബാരലിനകത്താണ് സാമ്പിൾ ഒബ്റ്റെയിൻ ചെയ്യുക. സാമ്പിൾ കിട്ടുന്നത് ഇന്നർ ബാരലിലാണ്. ഈ ഇന്നർ ബാരലിൽ ഒരു ലൈനറും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സാമ്പിളർ മണ്ണിലേക്ക് താഴ്ത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡൗൺവേർഡ് ഫോഴ്സ് കൊടുത്തോണ്ടാണ് താഴേക്ക് ലോവർ ചെയ്യുന്നത് അല്ലെ, താഴേക്ക് മണ്ണിലേക്ക് താഴ്ത്തുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ ഔട്ടർ ബാരൽ റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു പുഷിങ് ഫോഴ്സ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ താഴ്ത്തുന്നത്. അപ്പൊ അതിന്റെ ഇന്നർ ബാരലിലൂടെ ഒരു ഫ്ലൂയിഡ് അണ്ടർ പ്രഷർ, നല്ല പ്രഷറിൽ ഒരു ഫ്ലൂയിഡും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ടു കൂൾ ദി കോറിംഗ് ബിറ്റ് വെൻ ദ ഔട്ടർ ബാരൽ റൊട്ടേറ്റ്സ്. ഔട്ടർ ബാരൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നർ ബാരലിലൂടെ ഒരു ഫ്ലൂയിഡ് അണ്ടർ പ്രഷറിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും ടു കൂൾ ദി കോറിംഗ് ബിറ്റ്. നമ്മൾ കുഴിച്ചെടുക്കുന്ന ഭാഗം ഇങ്ങനെ കൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലൂയിഡിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ റിക്വയർഡ് ഡെപ്ത് എത്തുന്നത് വരെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ ഡെനീസൺ സാമ്പിളറിൽ നമ്മൾ സാമ്പിളർ കളക്ട് ചെയ്യുന്നത്. അപ്പൊ സാധാരണ ഇത് യൂസ് ചെയ്യുന്നത് സ്റ്റിഫ് ടു ഹാർഡ് കോസീവ് സോയിൽസിലാണ്. അതുപോലെ സ്ലൈറ്റ്ലി കോസീവ് സാൻഡിനും യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റിഫ് ടു ഹാർഡ് കോസീവ് സോയിൽസിനും അതുപോലെ സ്ലൈറ്റ്ലി കോസീവ് സാൻഡ്സിനും നമ്മൾ ഡെനീസൺ സാമ്പിളർ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് സാമ്പിളേഴ്സ്. ഓർത്ത് വെക്കുക, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് ഞാൻ പറയാം. നമ്മുടെ 2018 ഏപ്രിലിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സപ്ലിമെന്ററി പേപ്പർ ആയിരിക്കും, ഏപ്രിൽ അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു. ചോദ്യം എക്സ്പ്ലെയിൻ ദ സോയിൽ സാമ്പിളേഴ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. എക്സ്പ്ലെയിൻ സോയിൽ സാമ്പിളേഴ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ചോദ്യം ഉണ്ടായത്. അപ്പൊ അതിനകത്ത്
ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതാം. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് സാമ്പിളേഴ്സ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് ഇത്. ഒരു ഇൻസിറ്റു ടെസ്റ്റ് ആണ്, അതായത് സൈറ്റിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻസിറ്റു ടെസ്റ്റ് ആണ്. സാധാരണ എസ്പെഷ്യലി യൂസ് ചെയ്യുന്നത് കൊഹിഷൻലെസ് സോയിൽസിലാണ്. കൊഹിഷൻലെസ് സോയിൽസിലാണ് സാധാരണ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് ഇത് രണ്ടും കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാം. അതിന് മാത്രമല്ല അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോഹസീവ് സോയിൽ കണ്ടുപിടിക്കാനും നമുക്ക് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി, ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് ഓഫ് കൊഹിഷൻലെസ് സോയിൽസ്. കൊഹിഷൻലെസ് സോയിൽസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് ഓഫ് കൊഹിഷൻലെസ് സോയിൽസ്. കൊഹിഷൻലെസ് സോയിൽസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി അതുപോലെ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും കൊഹസീവ് സോയിൽസിന്റെ കേസിൽ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്. ഈ ടേമൊന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, ഇതെല്ലാം നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കുന്നതാണ്. അപ്പൊ എന്തിനാണ് ഇത് ഉപയോഗിക്കാന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കൊഹസീവ് സോയിൽസിന്റെ കേസിലാണെങ്കിൽ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് കിട്ടാനും സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് സ്പൂൾ സാമ്പിളർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ബോർഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സ്പ്ലിറ്റ് സ്പൂൾ സാമ്പിളർ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എത്ര ഡെപ്തിലാണെന്ന് വെച്ചാൽ അത്രയും ഡെപ്തിൽ ബോർഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് സാമ്പിളർ ഇതിലേക്ക് ലോവർ ചെയ്യും അല്ലെ, സാമ്പിളറിനെ താഴേക്ക് കൊണ്ടുപോയി വെക്കും. അതായത് ഏത് സാമ്പിളർ ആണ്? സ്പ്ലിറ്റ് സ്പൂൾ സാമ്പിളറിനെ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് ഈ സാമ്പിളറിനകത്തേക്ക്, സാമ്പിളർ താഴെ കുഴിക്കകത്ത് കിടക്കുന്നുണ്ടായിരിക്കും. നമ്മൾ എന്നിട്ട് ഒരു ഹാമർ യൂസ് ചെയ്തിട്ട്, ഹാമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 63.5 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഹാമറാണ്. ആ ഹാമറിനെ 750 mm ഹൈറ്റിൽ നിന്ന്, 750 mm ഹൈറ്റിൽ നിന്ന് ഹാമർ ബ്ലോസ് കൊടുക്കും, അല്ലെങ്കിൽ ഫ്രീ ഫോൾ കൊടുക്കും. ക്ലിയർ ആയോ? വലിയൊരു ഹാമർ എന്ന് പറയുന്നത് എത്രയാണ്? 63.5 കിലോഗ്രാം അത്രയും വെയിറ്റ് ഉണ്ട് അതിന്. അത് നമ്മൾ 750 mm ഹൈറ്റിൽ നിന്ന് ഈ സാമ്പിളറിലേക്ക് വീഴ്ത്തും. അറ്റ് ദ റേറ്റ് ഓഫ് 30 ബ്ലോസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 30 ബ്ലോസ് ആ രീതിയിൽ കൊടുക്കും. ക്ലിയർ ആണോ? 750 mm ഹൈറ്റിൽ നിന്ന് 63.5 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഹാമർ ഒരു മിനിറ്റിൽ 30 ബ്ലോസ് എന്ന കണക്കിൽ നമ്മൾ വീഴ്ത്തും. അതാണ് ഇതിന്റെ പ്രൊസീജിയർ. എന്നിട്ട് എന്ത് ചെയ്യും? 150 mm വരെ ഈ സാമ്പിളിന് പെനട്രേറ്റ് ചെയ്യാൻ വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് റെക്കോർഡ് ചെയ്യും. ക്ലിയർ ആണോ? 150 mm പെനട്രേറ്റ് ചെയ്യാൻ വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് എത്രയാണോ അത് റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് ടൈം നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞു. ഈ സെക്കൻഡ് ടൈം എന്ത് ചെയ്യുന്ന വെച്ചാൽ എഗെയിൻ 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് റെക്കോർഡ് ചെയ്യും. രണ്ടാമത്തെ വട്ടം എന്ത് ചെയ്യും? 150 mm നമ്പർ ഓഫ് ബ്ലോസിന് വേണ്ട 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ്, എത്ര ബ്ലോസ് കൊടുത്തു എന്ന് നോട്ട് ചെയ്യുന്നു. അതുപോലെ പിന്നീട് വീണ്ടും സിമിലർലി ദ സാമ്പിളർ ഈസ് വൺസ് അഗെയിൻ ഫർദർ ഡ്രിവൺ ബൈ 150 mm ആൻഡ് ദ നമ്പർ ഓഫ് ബ്ലോസ് റെക്കോർഡ്. മൂന്നാമത്തെ വട്ടമായില്ലേ? ഫസ്റ്റ് ടൈം നമ്മൾ 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് റെക്കോർഡ് ചെയ്തു. രണ്ടാമത്തെ വട്ടം എന്ത് ചെയ്തു? അഗെയിൻ 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് റെക്കോർഡ് ചെയ്തു. അഗെയിൻ തേർഡ് ടൈം എന്ത് ചെയ്തു? നമ്പർ ഓഫ് ബ്ലോസ് റെക്കോർഡ് ചെയ്തു. എന്തിന്? 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് റെക്കോർഡ് ചെയ്തു. അപ്പൊ 3 തവണ നമ്മൾ ചെയ്തു അല്ലെ? 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് റെക്കോർഡ് ചെയ്ത് വെച്ചു. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തല്ലോ, ആദ്യത്തെ ട്രിപ്പ് നമ്മൾ നമ്പർ ഓഫ് ബ്ലോസ് റെക്കോർഡ് ചെയ്ത് വെച്ചു അല്ലെ? 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് റെക്കോർഡ് ചെയ്ത് വെച്ചു. അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. അതൊരു സീറ്റിംഗ് ലോഡ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മൾ ഈ കാൽക്കുലേഷൻ ഒന്നും യൂസ് ചെയ്യില്ല. അതിനെ നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യും, അതിനെ നമ്മൾ ഒഴിവാക്കും. എന്നിട്ട് അവസാനം കിട്ടിയ 2 ബ്ലോസ് ഉണ്ടല്ലോ, ആകെ 3 തവണയാണ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ തവണ ചെയ്ത നമ്പർ ഓഫ് ബ്ലോസിനെ നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ
അവോയ്ഡ് ചെയ്യും, അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നീട് ചെയ്യുന്ന 2 തവണ നമ്മൾ 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് നോക്കുന്നുണ്ട് അല്ലെ. അതായത് ടോട്ടൽ 300 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് നോക്കുന്നുണ്ട്. അതാണ് അതിന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ്. അതായത് അവസാനത്തെ 2 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസിന്റെ സമ്മ്, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ആ വാല്യൂ ആണ് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ. അപ്പോൾ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പറിന് നമ്മൾ N എന്ന ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ അതർ വേർഡ്സ്, the number of blows for last two 150 mm intervals are added to give the standard penetration number N. അല്ലെങ്കിൽ N എന്ന് പറയുന്നത് number of blows required for 150 mm penetration beyond seating drive of 150 mm. 300 mm ആണ്, 2 പ്രാവശ്യം ചെയ്യുന്നതിന്റെ എടുക്കുന്നില്ലേ, സോ ഇറ്റ് ഈസ് 300 mm. റിക്വയർഡ് ഫോർ ഇതെന്ന് പറയുന്നത് 300 mm ആണ് കേട്ടോ. 150 അല്ല, അവസാനത്തെ 2 എടുക്കുന്നുണ്ട് 300 mm. അപ്പൊ ആദ്യം ഒരു 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് നമ്മൾ എടുക്കുന്നുണ്ട്. രണ്ടാമതും 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് എടുക്കുന്നുണ്ട്. മൂന്നാമതും 150 mm പെനട്രേഷന് വേണ്ടത് എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് വൺ നമ്മൾ അവോയ്ഡ് ചെയ്യും. ഇതൊരു സീറ്റിംഗ് ലോഡ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് അവസാനത്തെ 2 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ്, അതായത് മൊത്തം 300 ആയി അല്ലേ. 300 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ബ്ലോസ് റിക്വയർഡ് ഫോർ 300 mm പെനട്രേഷൻ, അതാണ് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി നമ്പർ ഓഫ് ബ്ലോസ് 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് 50നേക്കാൾ കൂടി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യും. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യില്ല. 50നേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് ബ്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഹാർഡ് ആയിട്ടുള്ള സർഫസ് ആണ് വിചാരിക്കുക. ഹാർഡ് ആയിട്ടുള്ള ഒരു സർഫസിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ കൂടുതലായിരിക്കും കുറവായിരിക്കുമോ? കൂടുതലായിരിക്കും. കാരണം എന്താ? ഹാർഡ് ആയിട്ടുള്ള സർഫസ് ആണ്. അപ്പോൾ 300 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് കൂടുതലായിരിക്കും. ഇനി ലൂസ് ആയിട്ടുള്ള സോയിൽ ആണെങ്കിലോ? ലൂസ് ആയിട്ടുള്ള സോയിൽ ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ബ്ലോസ് വളരെ കുറവായിരിക്കും. അതായത് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ കുറവായിരിക്കും. ഓക്കെ, സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പറിനെ ഒരു കറക്ഷൻ അപ്ലൈ ചെയ്യാറുണ്ട്. സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പറിന് ഒരു കറക്ഷൻ അപ്ലൈ ചെയ്യാറുണ്ട്. ആ 2 കറക്ഷൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ആ 2 കറക്ഷനിൽ ഒന്നാമത്തേതാണ് ഡൈലാറ്റൻസി കറക്ഷൻ ആൻഡ് ഓവർ ബർഡൻ കറക്ഷൻ. 2 കറക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഡൈലാറ്റൻസി കറക്ഷൻ, രണ്ടാമത്തേത് ഓവർ ബർഡൻ കറക്ഷൻ. അപ്പൊ ഡൈലാറ്റൻസി കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാല് സിൽട്ടി ഫൈൻ സാൻഡ്സ്, അതുപോലെ തന്നെ ഫൈൻ സാൻഡ്സ് ആണെന്ന് വിചാരിക്കുക. വാട്ടർ ടേബിളിന് താഴെയുള്ള സിൽട്ടി ഫൈൻ സാൻഡ്സ് അതുപോലെ ഫൈൻ ആയിട്ടുള്ള സാൻഡില് പോർ പ്രഷർ ഉണ്ടായിരിക്കും. പോർ പ്രഷർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ സോയിൽ വാട്ടർ ഒക്കെ എടുക്കുമ്പോൾ, സെക്കൻഡ് മൊഡ്യൂൾ ഒക്കെ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ടർ കാരണം ഉണ്ടാകുന്ന പ്രഷർ അല്ലേ. അപ്പോൾ വാട്ടർ ടേബിളിന് താഴെയുള്ള ഇത്തരം സോയിലിന്റെ കേസിൽ പോർ പ്രഷർ അവിടെ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാരണം തന്നെ, പോർ പ്രഷർ ഉള്ള കാരണം തന്നെ അവിടെ സോയിലിലേക്കുള്ള റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ പെനട്രേഷൻ നമ്പറും ഇൻക്രീസ് ചെയ്യും. അപ്പൊ അവിടെ നമുക്കൊരു കറക്ഷൻ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ആ കറക്ഷനെയാണ് നമ്മൾ ഡൈലാറ്റൻസി കറക്ഷൻ എന്ന് പറയുന്നത്. അതായത് പോർ പ്രഷർ കൊണ്ട് അവിടെ പോർ പ്രഷർ ഉണ്ടാകുന്ന കാരണം, ഇത്തരം സോയിലിന്റെ കേസിൽ പോർ പ്രഷർ ഉണ്ടാകുന്ന കാരണം നമ്മുടെ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഒരു കറക്ഷൻ അപ്ലൈ ചെയ്യണം. ആ കറക്ഷനെ പറയുന്ന പേരാണ് ഡൈലാറ്റൻസി കറക്ഷൻ.
അപ്പൊ ടെർസാഗി ആൻഡ് പെക്ക് ഒരു കറക്ഷൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കറക്ഷൻ എവിടെയാന്ന് വെച്ചാല് സിൽട്ടി ഫൈൻ സാൻഡിന്റെ കേസിൽ നമ്മുടെ എന്നിന്റെ വാല്യൂ 15നേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, സിൽട്ടി ഫൈൻ സാൻഡില് എൻ വാല്യൂ, എൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ, അതായത് 300 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് ആണ് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ എന്ന് പറയുന്നത്. ആ വാല്യൂ 15നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കറക്ഷൻ കൊടുക്കാൻ ടെർസാഗി ആൻഡ് പെക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കറക്ഷൻ ഉണ്ട്. ആ കറക്ഷൻ ഇതാണ്: NC is equal to 15 plus 0.5 into NR minus 15. 15 എന്ന് പറയുന്ന നമ്പർ ഓഫ് ബ്ലോസ്, അതായത് പെനട്രേഷൻ നമ്പറിനേക്കാൾ കൂടുതലാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യേണ്ട കറക്ഷനാണ് ഈ പറഞ്ഞു തരുന്നത്. അതിൽ NC എന്ന് പറയുന്നത് കറക്റ്റഡ് വാല്യൂ ആണ്, അതുപോലെ NR എന്ന് പറയുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വാല്യൂ ആണ്. ഓക്കെ, NR എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യുന്ന വാല്യൂവും NC എന്ന് പറയുന്നത് കറക്റ്റഡ് വാല്യൂവും ആയിരിക്കും. ഈ NR അതായത് റെക്കോർഡഡ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്ഷൻ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. NC ഈസ് ഈക്വൽ ടു NR ആയിരിക്കും. ഓക്കെ, അപ്പോൾ 15നേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, എന്നിന്റെ വാല്യൂ 15നേക്കാൾ കൂടുതലാവുകയാണെങ്കിലാണ് നമ്മൾ ഈ കറക്ഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി NR വാല്യൂ അതായത് റെക്കോർഡഡ് വാല്യൂ എന്ന് പറയുന്നത് 15നേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 15 ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ കറക്ഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട. അപ്പോൾ കറക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് റെക്കോർഡഡ് വാല്യൂവിന് ഈക്വൽ ആണ്. അപ്പൊ ഇതാണ് ഡയലാറ്റൻസി കറക്ഷൻ എന്ന് പറയുന്നത്. ഡയലാറ്റൻസി കറക്ഷൻ എപ്പോഴാണ് കൊടുക്കുന്നത്? സോഫ്റ്റ് സോയിൽ, ഫൈൻ സാൻഡിനും അതുപോലെ സിൽട്ടി ഫൈൻ സാൻഡിന്റെയും കേസിൽ, വാട്ടർ ടേബിളിന് താഴെയുള്ള സിൽട്ടി ഫൈൻ സാൻഡിന്റെയും കേസിൽ പോർ പ്രഷർ ഉണ്ടായിരിക്കും. പോർ പ്രഷർ ഉണ്ടാകുമ്പോൾ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ പെനട്രേഷൻ നമ്പറും കൂടിപ്പോകും. അപ്പൊ നമ്മൾ അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യണം? ഒരു കറക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. ആ കറക്ഷൻ ആണ് ഡയലാറ്റൻസി കറക്ഷൻ എന്ന് പറയുന്നത്. കറക്ഷൻ എന്ന് പറയുന്നത് NC ഇസ് ഈക്വൽ ടു 15 പ്ലസ് 0.5 ഇൻറ്റു NR മൈനസ് 15. അതായത് SPT നമ്പർ, സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ 15നേക്കാൾ കൂടുമ്പോൾ മാത്രമാണ് ഈ കറക്ഷൻ ചെയ്യേണ്ടത്. 15നും കുറവാണെന്നുണ്ടെങ്കിൽ കറക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതാണ് ഡയലാറ്റൻസി കറക്ഷൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത കറക്ഷൻ ആണ് എന്ത്? ഓവർ ബർഡൻ പ്രഷർ കറക്ഷൻ എന്ന് പറയുന്നത്. ഓവർ ബർഡൻ പ്രഷർ കറക്ഷൻ.